നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് CPMന്റെ രാഷ്ട്രീയ പിന്തുണയിൽ അനായാസം കുറ്റകൃത്യങ്ങൾ നടത്തി വിലയിരുത്തിയിരുന്ന സംഘം. ചൊക്ലി മോഡൽ വെട്ടുവെട്ടി പ്രതിയോഗിയുടെ മുഖം വികൃതമായി വധിക്കുന്ന ക്രിമിനൽ സംഘം. ഈ സംഘത്തിനാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെടുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി ശിക്ഷിച്ച പ്രതികളിൽ ബഹുഭൂരിപക്ഷ പേരും കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ളവരാണ്. ഗൂഢാലോചനക്കാരിൽ ചിലർ കോഴിക്കോട്ടുകാരാണെങ്കിലും നടപ്പാക്കിയത് കണ്ണൂരുകാരനായിരുന്നു. ഗൂഢാലോചന നടത്തിയ CPM പ്രാദേശിക നേതാക്കളും കൊല നടത്തിയ ഗുണ്ടകളും അടങ്ങുന്ന ക്രിമിനൽ സംഘമാണ് ഈ സ്ക്വാഡ് അംഗങ്ങൾ. കോഴിക്കോട് ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന പാനൂർ, ചൊക്ലി പ്രദേശത്തു നിന്നുള്ളവരാണ് പ്രതികളിലേറെയും. കണ്ണൂർ കഴിഞ്ഞാൽ മാഹി സ്വദേശികൾക്കാണ് പ്രതിപ്പട്ടികയിൽ രണ്ടാം സ്ഥാനം. 14 പ്രതികളിൽ KC രാമചന്ദ്രനും KK കൃഷ്ണനും മാത്രമാണ് കോഴിക്കോട്ടുകാർ. ഇപ്പോൾ പരോൾ പോലും ലഭിക്കാത്ത വിധത്തിൽ കോടതി പൂട്ടിയിരിക്കുന്നത് ഈ ക്രിമിനലുകളെയാണ്. ഈ ക്രിമിനൽ സംഘത്തെ പൂട്ടിയത് KK രമ എന്ന പെണ്ണുരുത്തിയാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പഴുതുകൾ നൽകാതെയുള്ള നിയമ പോരാട്ടമാണ് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയത്. ഇവരുടെ നിശ്ചയദാർഢ്യം നിറഞ്ഞ പോരാട്ടമായിരുന്നു. KK രമ MLAയുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് P കുമാരൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് കേസ് നടന്നത്. വിചാരണ കോടതിയിൽ പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കേറ്റ് CK ശ്രീധരൻ സ്ഥാനമൊഴിഞ്ഞതോടെ കേസ് നടത്തിപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഹൈക്കോടതിയിൽ വിജയം നേടിയിരിക്കുകയാണ് സംഘം. സംസ്ഥാന സർക്കാർ വലിയ താല്പര്യം കാണിക്കാതിരുന്ന കേസായിട്ടും പ്രോസിക്യൂഷന് വിജയം നേടാനായത് ഇവരുടെ ആത്മാർത്ഥ ശ്രമം കൊണ്ടാണ്. കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കാസർഗോഡ് DCC പ്രസിഡന്റുമായിരുന്ന പ്രമുഖ കരിമണൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് CK ശ്രീധരൻ ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് ഹൈക്കോടതിയിൽ അപ്പീൽ വാദം തുടങ്ങാനിരിക്കെ ചുമതലകളിൽ നിന്ന് ഒഴിവായിരുന്നു. അദ്ദേഹം CPMവുമായി ചേർന്ന് പ്രവർത്തിക്കാനും തീരുമാനിച്ചു. 2023 സെപ്റ്റംബർ 4 മുതൽ 5 മാസത്തോളം എല്ലാ ഭാഗത്തിന്റെയും വിശദമായ വാദം കേട്ട ശേഷമാണ് ഹൈക്കോടതി അന്തിമ വിധിയിലെത്തിയത്. വിചാരണ കോടതിയുടെ ശിക്ഷാവിധി ശരിവെച്ച ഹൈക്കോടതി കൂടുതൽ കുറ്റങ്ങൾ കൂടി ചുമത്തിയാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധ നേടിയ TP ചന്ദ്രശേഖരൻ വധക്കേസിന്റെ കോടതി നടപടികൾ വൻ മാധ്യമ ശ്രദ്ധയാണ് ആകർഷിച്ചത്. വിചാരണ കോടതി നടപടികൾ ഇത്ര വിശദമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംഭവം സംസ്ഥാനത്ത് ആദ്യമായിരുന്നു. 2013 ജൂലൈ 31 സാക്ഷി വിസ്താരം പൂർത്തിയായി. 2014 ജാനുവരി 28 വിധി വരും മുൻപ് കോടതിയിലെ ഓരോ നടപടികളും പൂർണ്ണമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. കൊലയ്ക്ക് ശേഷമുള്ള തിരഞ്ഞെടുപ്പുകളെല്ലാം TP കേസ് ചർച്ചയായി. അങ്ങനെ എല്ലാം കൊണ്ടും TP വധം CPMന് തിരിച്ചടിയായി മാറുകയാണ്. TPയുടെ ചോരയിൽ ചവിട്ടിക്കൊണ്ടാണ് KK ശൈലജ ടീച്ചർ വടകരയിൽ വോട്ട് തേടിയെത്തുന്നത്. അവിടെ എന്ത് സംഭവിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KK രമ സ്ഥാനാർത്ഥിയായതോടെ കൊലപാതകം വലിയ ചർച്ചയായി. ചൊവ്വാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളുടെ പ്രതികരണം വരുന്നതിനിടെ ശിക്ഷ വർദ്ധിപ്പിച്ചുള്ള കോടതി വിധി കൂടി വന്നതോടെ മാധ്യമ ശ്രദ്ധ ഇപ്പോൾ കൂടുതൽ അങ്ങോട്ട് മാറിയിരിക്കുകയാണ്.